അനുഗ്രഹം മാത്രമല്ല വയ്ക്കാൻ പോകുന്നത്, ശാപവും കൂടെയുണ്ട്. പക്ഷേ ആമേൻ, ഇതാ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അനുഗ്രഹവും ശാപവും ഇതാ വയ്ക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുന്നു എങ്കിൽ അനുഗ്രഹവും, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ അനുസരിക്കാതെ ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വഴിയെ വിട്ടുമാറി നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളുടെ പിന്നാലെ ചെല്ലുന്നു എങ്കിൽ ശാപവും വരും. അപ്പോൾ നമ്മൾ കേട്ടത് എങ്ങനെയാണ്? 1 അനുഗ്രഹം, 2 ശാപം. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഞങ്ങളൊക്കെ ബൈബിൾ എടുത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും ദർശിക്കാൻ പറ്റത്തില്ല. നിങ്ങളെ ഞാൻ ഒരു ദിവസം വണ്ടിയിൽ കയറ്റി ഞങ്ങളുടെ ഫാമിലിക്കകത്ത് കൊണ്ടുപോകും. തെക്ക് വടക്ക് കല്ലറയാണ് ഞങ്ങളുടെ വീട്ടിൽ. ഹല്ലേലൂയ, ആമേൻ. ഹോമക്കുഴികളോ, ഹല്ലേലൂയ, തുളസി തറകള്, രാവിലെ ഇങ്ങനെ മുണ്ട് കൊടുത്തും കൊണ്ട് ഒരു തുളസി പൂവിന്റെ ഇത്രയും മുറിച്ചിട്ട് ഇത്ര ഒരു ചിമ്മിനി വിളക്ക് പോലത്തെ ഒരു, ഹല്ലേലൂയ, മറ്റേ സാധനം ഉണ്ടല്ലോ നിലവിളക്ക്, ഇത് ഞാൻ ഒരു അത്തറത്തിനകത്ത് വെച്ചിട്ടുണ്ട്. ഒന്നൊന്നുമല്ല, ഒത്തിരി ഇതിനകത്ത് ഞാൻ മുറിച്ച് കൊണ്ടിട്ടിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകുന്ന കുടുംബത്തിനകത്തെന്നാണ് ഞങ്ങൾ വന്നത്. ഹല്ലേലൂയ, ആ ഞങ്ങൾ വന്നത് ഓർത്താൻ നിങ്ങൾ എങ്ങനെ നിൽക്കണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ആമേൻ. അപ്പോൾ വായിച്ച ഭാഗത്തെ നമ്മൾ ആഴമായി ചിന്തിച്ച് ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് ദൈവം എന്നെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷയുമായി ഞാൻ കടന്നു വരും. അപ്പോൾ ഇതാ ഞാൻ നിങ്ങളുടെ ഇടയിൽ അനുഗ്രഹവും ശാപവും വച്ചിരിക്കുന്നു. അപ്പോൾ ആമേൻ, എല്ലാ മനുഷ്യരും ആരും ശാപം ആഗ്രഹിക്കുന്ന മനുഷ്യനല്ല. പക്ഷേ ശാപം എങ്ങനെയാണ് വരുന്നു എന്ന് ആ ഭാഗം താഴോട്ട് വായിച്ചപ്പോൾ പറയുന്നത്, ദൈവമല്ലാതെ, യേശുക്രിസ്തുവിനെ അല്ലാതെ അന്യ ദൈവങ്ങളെ ആരാധിക്കുമ്പോൾ അവിടെ ശാപമുണ്ടാകുന്നു എന്നാണ് ഈ ആവർത്തന പുസ്തകത്തിൽ വിളിച്ചു പറയുന്നത്. ആവർത്തന പുസ്തകം ഹല്ലേലൂയ 11:26 വിളിച്ചു പറയുന്നത്. അപ്പോൾ ശാപമുണ്ടാകുന്നത് ആരെയും ശപിച്ചിട്ടല്ല, ആരും അക്രമം ഉണ്ടായിട്ടല്ല, ആരും പറഞ്ഞിട്ടല്ല. ദൈവത്തെ മറന്നിട്ട് അന്യ ദൈവത്തെ ആരാധിച്ചപ്പോൾ ശാപമുണ്ടാകുന്നു എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ കുരിശടിയെ തൊഴുന്നവരുണ്ട്, പുണ്യവാളന്മാരെ തൊഴുന്നവരുണ്ട്, നല്ല വേളാങ്കണ്ണിയിൽ പോകുന്നവരുണ്ട്, ബിംബങ്ങളെ ആരാധിക്കുന്നവരുണ്ട്, കല്ലിനെയും മണ്ണിനെ സേവിക്കുന്നവരുണ്ട്, ഇത് ദൈവമെന്ന് അല്ലെങ്കിൽ ആചരിക്കുന്നവരുണ്ട്. ഇവർക്ക് എന്താണ് കിട്ടുമെന്ന് അല്ലെങ്കിൽ ബൈബിളിൽ കൂടി വിളിച്ചു പറയുന്നത് അവർക്ക് ശാപമാണ് കിട്ടുന്നത്. അങ്ങനെയല്ല, തിരിച്ചു നീ മടങ്ങി വരുമെങ്കിൽ വൃത്തുത. ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ ആത്മാവാകുന്നു, എന്റെ എന്നിൽ ആശ്രയിക്കുന്നവനെ അല്ലെങ്കിൽ ദൈവം എന്ത് ചെയ്യുന്നു? അധികം ഫലം കായ്പിക്കാൻ ആഗ്രഹിക്ക്. അധികം ഫലം കായ്ക്കണമെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൽ തന്നെ ആശ്രയം വയ്ക്കണം. ഹല്ലേലൂയ. വായിച്ച ഭാഗം നമ്മൾ വായിച്ച ഭാഗത്ത് തന്നെ വായിച്ച് താഴോട്ട് കടന്നു വരും. അതിനകത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ചില അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ഇടയിലേക്ക് കർത്താവ് വാരിയിടാൻ ഇടയാകും. വളരെ ശക്തിയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോ? വായിച്ചോ, മേഖലയിൽ വായിച്ച ഭാഗം വായിച്ചെടുത്തേ. ഇതാ ഞാൻ ഇന്ന് അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ അനുസരിക്കുന്നു എങ്കിൽ അനുഗ്രഹവും. അപ്പോ ദൈവത്തിന്റെ വചനം അനുസരിക്കണം. അനുസരിക്കുന്നത് യാഗമാണെന്നും അനുസരിച്ചാൽ അനുഗ്രഹമാണെന്ന് ഇപ്പോൾ വെളിപ്പെടുത്തുന്നു. ഈ അനുഗ്രഹങ്ങൾ ലോകത്തിൽ പലർക്കുമല്ല, എല്ലാവർക്കുമുണ്ട്. മനുഷ്യനായി ജന്മം കൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമുള്ള അനുഗ്രഹമാണ്. പക്ഷെ എല്ലാവർക്കും അത് കഴിയാതെ പോകുന്നു. കാരണം ഈ ലോകത്തിൽ കാണാൻ വേണ്ടി കിടക്കുന്ന ഒരുപാട് ദൈവങ്ങളുടെ പിറകെ ഓടുമ്പോ നിന്നെ കാണുന്നവന്റെ പിന്നാലെ നീ ഓടിയാൽ, നിന്നെ കാണുന്നവന്റെ പിന്നാലെ അനുദിനം നിന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന, ജീവന്റെ ഉറവിടമായിരിക്കുന്ന, ജീവന്റെ ദാതാവായിരിക്കുന്ന, അവന്റെ സാദൃശ്യത്തിൽ സ്വരൂപിച്ചതിൽ സൃഷ്ടിച്ചിരിക്കുന്ന നമ്മൾ അവന്റെ ദൈവത്തെ അപ്പനാണെന്ന്, അവൻ നമ്മുടെ അപ്പനാണെന്ന്, നമ്മൾ അവന്റെ മക്കളാണെന്ന് അറിയപ്പെടാൻ ആരെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ആ ദൈവത്തോട് നീ പ്രാർത്ഥിച്ചാൽ മതി. ശാപം വിട്ടുപോകും, അനുഗ്രഹം വന്ന് വല്ലേറിയ നിങ്ങൾക്ക് ലഭിക്കുവാനിടയാകും. ശക്തിയോടെ കരമടിച്ച് ആരാധിച്ചാട്ടെ, ശക്തിയോടെ കരമടിച്ച് ആരാധിച്ചാട്ടെ. ഇനി ആരും വായ്പൂട്ടിയിരിക്കരുത്. ശാപങ്ങൾ നിങ്ങളെ വിടാൻ പോകുന്നു. രോഗങ്ങൾ നിങ്ങളെ വിടാൻ പോകുന്നു. കടബാധ്യതകൾ നിങ്ങളെ വിടാൻ പോകുന്നു. ഭവനത്തിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങളെ വിടാൻ പോകുന്നു. മക്കൾ അനുസരണ ഉണ്ടാകാൻ പോകുന്നു. മരുമക്കൾ അനുസരണ ഉണ്ടാകാൻ പോകുന്നു. കുഞ്ഞുമക്കൾ അനുസരണ ഉണ്ടാകാൻ പോകുന്നു. നിന്റെ പ്രാർത്ഥന കേൾക്കുമ്പോൾ തന്നെ ചിലത് മുട്ടുമടക്കാൻ പോകുന്നു.
നല്ലൊരാമയം പറഞ്ഞാട്ട്, നല്ലൊരാമയം പറഞ്ഞാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവകൃപയുള്ള ദൈവമക്കൾക്ക് അന്യ ദൈവങ്ങളെ പേടിയില്ല. കാരണം കത്തിക്കുന്ന, ദഹിപ്പിക്കുന്ന ഒരു അഗ്നി നമ്മുടെ അകത്തുണ്ട്. പിന്നെ ചുമ്മാ ഈ പുസ്തകം എടുത്തുകൊണ്ട് നടക്കുന്നവർക്ക് ഹല്ലേലൂയ പേടി മാത്രമല്ല, അവരാകെ ഭയം കൊണ്ട് നടക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങോട്ടൊന്നും പോകരുതോ. വചനത്തിനകത്ത് നിന്നുകൊണ്ട്, ആത്മാവിൽ നിന്നുകൊണ്ട് ചിലതിനെ നമ്മൾ നേടിയെടുക്കണം. വായിക്കാത്തോട്ട് വായിക്കാം. നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ അനുസരിക്കാതെ ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വഴിയെ വിട്ടുമാറി നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളുടെ പിന്നാലെ ചെല്ലുന്നു എങ്കിൽ ശാപവും വരും. ദൈവം കൽപ്പിക്കുന്ന വഴി വിട്ട്, ദൈവം പറയുന്ന പാത വിട്ട്, ദൈവം പറയുന്ന ഹല്ലേലൂയ ആമേൻ സ്ഥലങ്ങൾ വിട്ട് നമ്മൾ പോകുന്നുവെങ്കിൽ അന്യ ദൈവങ്ങളുടെ അടുക്കൽ പോയാൽ ശാപം വരും. ദൈവത്തിന്റെ വഴിയിൽ നടക്കുവാൻ സ്തോത്രം, സ്തോത്രം. ആദ്യം ഒരു മനുഷ്യനെ നരകയോഗ്യനാക്കുന്ന പലരെയും എനിക്കറിയാം. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉടനെ ഒരു മനുഷ്യൻ ഹല്ലേലൂയ ആമേൻ അങ്ങ് ആകണമെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ആകത്തില്ല. ദൈവം ആകർഷിച്ച് കഴിയുമ്പോൾ ആരും പറയാതെ ചിലതങ്ങ് ആയിക്കൊള്ളും. ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. ആമേൻ. അപ്പോ ദൈവത്തിന്റെ കൽപ്പന വിട്ട് അന്യ ദൈവങ്ങളുടെ അടുക്കൽ പോയാൽ ശാപം കിട്ടും. അപ്പോ ശാപത്തിന്റെ ശമ്പളം എന്താണ്? അത് മരണത്തിലേക്ക് കൊണ്ടുവന്ന് അവസാനിപ്പിക്കാനിടയാകും. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ആ പാട്ടുകാരൻ പാടുന്നത്, പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പിടിച്ചെടുത്തു. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പിടിച്ചെടുത്തു. പാപനായി ഇണം തന്നു പാപത്തിൻ പോക്കി, പാപനായി ഇണം തന്നു പാപത്തിൻ കറ പോക്കി. രക്ഷിച്ച നാൾ നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും. ഓ, രക്ഷിച്ച നാൾ നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്ക് യോഗ്യനേ അങ്ങേ ഞങ്ങൾ അതിച്ചിടുന്നിതാ. ഓ, ആരാധനയ്ക്ക് യോഗ്യനേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം, ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം ഏത് ദൈവമെന്ന് ഈ കാലഘട്ടങ്ങളിൽ ക്രിസ്ത്യാനികളെന്ന് അഭിമാനം കൊള്ളുന്ന പലർക്കും അറിയാൻ കഴിയാതെ പോകുന്നു. വാഹനം പിടിച്ച് 1500, 2000, 3000 രൂപ വീതം കൊടുത്ത് കുറെ ആൾക്കാർ ഇന്ന് ഹല്ലേലൂയ തൂത്തൂരിലേക്ക് പോകുന്ന ഒരു വിഭാഗം, ഹല്ലേലൂയ കുറെ ആൾക്കാർ വേളാങ്കണ്ണിയിൽ പോകുന്ന ഒരു വിഭാഗം, ബിംബങ്ങളുടെ മുമ്പിൽ പോകുന്ന വിവാഹം. അവരൊരു കാര്യം മനസ്സിലാക്കുന്ന, കർത്താവ് പറഞ്ഞ് ഹല്ലേലൂയ അന്യ ദൈവങ്ങളെ ഉണ്ടാക്കുകയോ കുമ്പിടുകയോ നമസ്കരിക്കുകയോ ചെയ്യരുതെന്ന് ദൈവമായ കർത്താവിന്റെ കൽപ്പന എന്നറിഞ്ഞുകൊള്ളണം. ഹല്ലേലൂയ, ആമേൻ. എന്റെ കയ്യിൽ അന്യ ദൈവങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ അടിച്ചു പൊട്ടിച്ചു വാരി തീയിട്ട ഒരു മോനാണ്. ഹല്ലേലൂയ. എന്റെ ജാതകം പോലും എടുത്ത് കത്തിച്ചു കളഞ്ഞു. എന്റെ പിതാവ് എനിക്ക് എഴുതി വെച്ചിരുന്ന ജാതകം പോലും ചുട്ടുകളയാനിടയായി. ഇന്ന് പൽക്കാലം ഞാൻ ആത്മാവിൽ നിങ്ങളോട് ദൂത് കൈമാറുന്നു. യേശുവിന്റെ നാമത്തിൽ പിശാചിന് മുതൽ പറയുന്ന ഒന്നും ഉണ്ടാകരുത്. ഇന്ന് ധാരാളം ബന്ധക്കോസുകാരുടെ വീട്ടിൽ ജാതകം ഇരിപ്പുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് ചില ഭവനങ്ങളിൽ കയറി ചെല്ലുമ്പോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ഉണ്ട് എന്ന്. അതിനകത്തൊരു നാരകം കൊണ്ട് പല ഹല്ലേലൂയ ആമേൻ പനയോലയിൽ എഴുതി വച്ചിരിക്കുന്ന ചിലത് ഈ കാലഘട്ടം ബുക്കിൽ എഴുതുന്നു, ചിലര് പഴയ കാലഘട്ടത്തിൽ പനയോലയിൽ എഴുതുന്നു ചിലത്. ദൈവാത്മാവ് എന്നോട് പറയുന്നു, ഇത് ശാപം കൊണ്ടുവരുന്ന വെറുതായി മാറരുത്. ഇത് ശാപം കൊണ്ടുവരുന്ന ഒന്നാകരുത്. ദൈവത്താൽ ഹല്ലേലൂയ തന്നിരിക്കുന്ന ആയുസ്സിന് ആരോഗ്യത്തിനും ദൈവം
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ വീട്ടിൽ നാല് പേരാണ് ഞങ്ങൾ. ഞങ്ങൾക്കെല്ലാം ജാതകമുണ്ട്. ഇതിൽ ഒരാളിന് മാത്രം ബുക്കിലാണെന്ന് തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ബുക്കിൽ എഴുതി വെച്ച് ജോത്സ്യന്റെ അടുക്കൽ പോയി പെണ്ണ് കെട്ടുവാൻ വേണ്ടി നടന്നു. ഗ്ലാമറുണ്ട്, തടിയുണ്ട്, ആരോഗ്യമുണ്ട്, സ്വത്തുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ കല്യാണം നടന്നില്ല. അങ്ങനെ ലാസ്റ്റിൽ ഹല്ലേലൂയ നാമധേയപ്രകാരം പെണ്ണ് കെട്ടുവാനിടയായി. ഞാൻ പറഞ്ഞു വരുന്ന എന്റെ ആശയം അത് പകുതി വഴിയിൽ വെച്ച് നിന്നു പോകാനിടയായി. ഇന്ന് പോൽക്കാലം ഞാൻ നിങ്ങളോടൊരു ദൂത് കൈമാറാ. ദൈവം ഒരു മനുഷ്യനെ കുറിച്ച് കണ്ടിരിക്കുന്നത് അത് ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടില്ല, ആരുടെ കാത് കേട്ടതുമില്ല. ദൈവം നിനക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ചില വിരുന്നുണ്ട്. ദൈവം നിനക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ചില കിരീടമുണ്ട്. ഈ പോൽക്കാലം അന്യ ദൈവങ്ങളെ കുമ്പിട്ടാൽ അത് ശാപമാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞതല്ല, ദൈവാത്മാവ് എഴുതി വെച്ചിരിക്കുന്ന വചനം പറയുന്നു. ആ ശാപം നമ്മുടെ മേൽ കടന്നു വന്നാൽ ജീവിതങ്ങൾ ആകമാനം താറുമാറാവ്, അവിടെയെല്ലാം പരാജയങ്ങൾ സംഭവിക്ക്. ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് പൊക്കൊണ്ടിരിക്കുന്നു. ജനം പാപത്തിന്റെ ആമേൻ പടുങ്കുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു. ഈ ലോകത്ത് ജീവിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. എങ്ങനെ സുഖത്തോടെ ജീവിക്കുക, എങ്ങനെ ആർപ്പാടത്തോടെ ജീവിക്കുക, എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല എന്ന് ലോകത്തിലെ ജനത ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാനും നിങ്ങളും ദൈവത്തോട് പറ്റി നിന്നുകൊണ്ട് പറയണം, അതേ സഹോദര, നിന്നെ തേടി ഒരു പ്രതികൂലം വരുന്നുണ്ട്. ഈ പ്രതികൂലം നിനക്ക് അന്ന് ഭവിക്കാതിരിക്കണമെങ്കിൽ ജീവനുള്ളവനെ പിടിച്ചാണ്. അതാരാണ്? ജീവന്റെ ക്രിസ്തുവിനെ നീ അറിയണം. ശക്തിയോടെ ആരാധിച്ചോ, ശക്തിയോടെ ആരാധിച്ചോ, ശക്തിയോടെ ആരാധിച്ചോ. എല്ലാ കുടുംബങ്ങൾക്കകത്ത് ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങുന്നുണ്ട്. ദൈവസഭയ്ക്കകത്ത് ദൈവദൂതൻ നടക്കുന്നുണ്ട്. അനുഭവിക്കുന്നവർ അനുഭവിച്ച് ആരാധിച്ചുകൊണ്ട് ഇരുന്നാട്ട് ഈ ഫൽക്കാലം യേശുവിന്റെ നാമം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മാറാ വ്യാധികൾ മാറാൻ പോകുന്നു, മാറാത്ത കെട്ടുകൾ അഴിയാൻ പോകുന്നു. അഴിയാത്ത രോഗങ്ങൾ അഴിഞ്ഞു മാറുന്നു, മന്ത്രവാദ ക്രിയകൾ അഴിഞ്ഞു മാറുന്നു, ശുദ്ര പ്രയോഗങ്ങൾ അഴിഞ്ഞു മാറുന്നു, വിളിച്ചപേക്ഷകൾ അഴിഞ്ഞു മാറുന്നു, തൊഴിലുകളെ കെട്ടിവെച്ച കെട്ടുകൾ അഴിഞ്ഞു മാറുന്നു. കടബാധ്യത കൊണ്ടിട്ട് നിന്നെ കടക്കാരിയാക്കി മാറ്റുവാൻ ശ്രമിക്കുന്ന എല്ലാ അന്യായമായ പോരുകളും യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് അഴിച്ചു മാറ്റുകയോ. നീ കടക്കാരിയായാൽ ദൈവനാമം ദുഷിക്കപ്പെടുവാൻ പിശാച് കാത്തിരിക്കുമ്പോ ദൈവം ആർക്കും കടക്കാരനല്ല എന്ന് പാട്ടുകാരൻ പാടുന്നു. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും കടക്കാരനല്ല. ഹല്ലേലൂയ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ ഒരു ഭ്രാന്തന് പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ പേരമ്പക്കോണ ന്യൂ ഇന്ത്യ ചർച്ചിൽ ശുശ്രൂഷയിൽ വന്ന കാലഘട്ടത്തിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ബാലനാപുരം ആമേ സ്തോത്രം ഒരു ആമേ തൂമിനടി കൂടി ഒരു കനാലുണ്ട്. ആ കനാലിന്റെ അടുക്കൽ ഒരു സഹോദരന്റെ വൈശാചികൻ പിടിക്കപ്പെട്ടു. ഞാൻ ബാക്കിയൊന്നും പറയുന്നില്ല. ഞാൻ ചെല്ലുമ്പോൾ എന്നെ അവിടെ നിന്ന് ഒരാൾ ഇവിടെ ദൈവദാസനുമായി കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ കടന്നു പോകുമ്പോ ഈ ആമേ സഹോദരനെ പിടിച്ചു കെട്ടിയിട്ടിരിക്കുകയാണ്. ദൈവാത്മാവ് ഞാൻ കനാലിൽ ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ എന്നോട് ചില മർമ്മങ്ങൾ വെളിപ്പെടുത്തി. ഞാൻ അവിടേക്ക് ചെന്ന് ചോദിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ചോദിച്ചപ്പോൾ പറഞ്ഞ് അത് തന്നെ സംഭവിച്ചത് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. വിഷയം വെളിപ്പെട്ടാൽ നിനക്ക് വിടുതൽ നടന്നു കഴിഞ്ഞു. വിഷയം വെളിപ്പെട്ടാൽ നിന്റെ വിടുതൽ നടന്നു കഴിഞ്ഞു. വെളിപ്പെടാതിരിക്കുന്നിടത്തോളം കാലം വിടുതൽ നടക്കമാട്ടെ. വിഷയത്തിന്റെ അടിസ്ഥാനം ഇളകാൻ പോകുകയാണ്. പിശാച് കൊണ്ടിട്ട് അടിസ്ഥാനം പൊളിയാൻ പോകുകയാണ്. അത്ര നിനക്ക് അടിസ്ഥാനം പൊളിയാൻ പോകുകയാണ്. നിന്റെ ആരാധനക്കെതിരെയിട്ട് അടിസ്ഥാനം പൊളിയാൻ പോകുന്നു. നിന്റെ വാഴ്ത്തത്തിന് വിരോധമായിട്ട് അടിസ്ഥാനം പൊളിയാൻ പോകുന്നു. പിശാച് നിന്നെ ശാപത്തിലേക്ക് കൊണ്ടുപോകാൻ അന്യ ദൈവങ്ങളെ പിന്നാലെ ഓടാൻ ഹല്ലേലൂയ നിന്റെ മനസ്സിനെ പ്രേരിപ്പിക്കുന്ന പിശാചിന്റെ അടിസ്ഥാനം ഇളകാൻ പോകുന്നു. ഐശാചികത്തിന്റെ അടിസ്ഥാനം ഇളകാൻ പോകുന്നു. ആത്മാക്കൾ ആരാധിച്ചു തുടങ്ങിയാട്ട് ദൈവസഭ ഉണർന്ന് പ്രാർത്ഥിച്ചാട്ട് ഇന്ന് പൽക്കാലം ദൈവം നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി അതേ ദൈവമക്കളെ ദൈവദാസന്മാരെ ദാസിമാരെ നിങ്ങൾക്ക് വേണ്ടി ചിലത് കരുതി വെച്ചിട്ടുണ്ട്. ആ വാഗ്ദത്തത്തിലേക്ക് എത്തിച്ചെല്ലുവാൻ അനുവാദം തരാതെ പിശാച് നിന്നെ പിടിക്കുകയാണോ അവരെ ഇന്ന് പൽക്കാലം അടിസ്ഥാനം പൊളിക്കാൻ പോകുക ദൈവം. നല്ല രാമയം പറഞ്ഞാട്ട്, നല്ല രാമയം പറഞ്ഞാട്ട്, ശക്തിയോടെ പ്രാർത്ഥിച്ചാട്ട്, ശക്തിയോടെ പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധാത്മാവേ നന്ദി. ദൈവത്തിന്റെ കൽപ്പന വിട്ട്, ദൈവത്തിന്റെ ഉപദേശം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുതോ. നീ 100 കിലോമീറ്റർ പോയി ആരാധിച്ചാലും അതിന്റെ പ്രതിഫലം വലുതായിരിക്കും. അതിന്റെ പ്രതിഫലം വലുതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ ആമേൻ സ്തോത്രം. എല്ലായിടത്തും ആരാധനയുണ്ട്. പക്ഷേ ആരാധനയാകണമെങ്കിൽ ഹല്ലേലൂയ
നിങ്ങളൊക്കെ നല്ല കറി വയ്ക്കുന്നവരാ. നിങ്ങൾ കറിക്ക് ചേർക്കേണ്ട സാധനങ്ങളെല്ലാം നിങ്ങൾ ചേർത്ത് കഴിഞ്ഞു. ഉപ്പ് ചേർത്തില്ലെങ്കിൽ കൊള്ളാമോ? ഇത് നമുക്ക് ഉപ്പ് ബൈബിളിൽ പറയുന്ന വലിയ വില കുറഞ്ഞ സാധനമാണ്. ഉപ്പ് കാരമില്ലെങ്കിൽ ശൂന്യമാണ്. അപ്പോൾ ആരാധനയുണ്ട്, കാരമുള്ള ഉപ്പ് കൂടി കിട്ടിയില്ലെങ്കിൽ നോ. അത് ഇവിടെ നിശ്ചയമുള്ളത് കൊണ്ടാ ദൈവമക്കൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല രാമയം പറ. ഹോ ഷുഡബാല ഘടകമന റിബൽഖമന ഘടകമന രഗന ഘടകമന ഘടകം റിബൽഖമന ഘടകസിയ. വരുന്ന ദിവസങ്ങളിൽ വിദേശത്തേക്ക് പോകാനിരിക്കുന്ന സഹോദരന് വേണ്ടി ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. തന്റെ ഫ്ലൈറ്റ് സുഖമായുള്ള യാത്ര ലഭിക്കുവാൻ, തന്റെ കമ്പനി സുഖമായുള്ള ജോലി ലഭിക്കുവാൻ, തന്റെ ഫാമിലിക്കായി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ഓർത്ത് പ്രാർത്ഥിച്ചാട്ട് യേശുവിന്റെ നാമത്തിൽ ഞാൻ എടുത്ത ചില നിമിഷങ്ങൾക്കകത്ത് നിങ്ങളുടെ ആമേൻ അകത്തേക്ക് പരിശുദ്ധാത്മാവ് പകരാൻ പോകുന്ന ചില വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്ത ദൂതിലേക്ക് കടന്നു വരുമ്പോ ഇന്ന് പോൽക്കാലം ചില കൽപാത്രങ്ങളെ നിറയ്ക്കുന്ന ദൈവം ഇതിനകത്ത് വന്നിട്ടുണ്ട്. കൽപാത്രങ്ങൾ നിറയ്ക്കാൻ പോകുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞുകൊണ്ട് അവന്റെ ദയ എന്നേക്കുമുള്ളത് നിറഞ്ഞ് എല്ലാവരും കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്, വായ്കളെ തുറന്ന് ദൈവത്തെ ആരാധിച്ചാട്ട്, ദൈവത്തിന് വേണ്ടി അധികം ഫലം കായ്ക്കുവാൻ കർത്താവേ എന്നെ അധികം ഫലം കായ്പിക്കണമേ എന്ന്. അതുകൊണ്ട് ഞാൻ ശോധന വന്നാല്, വേദന വന്നാല്, നിരാശകൾ എന്നെ നേരിടുമ്പോൾ ഞാൻ എന്റെ ദൈവത്തെ മുറുകെ പിടിക്കും. അന്യ ദൈവങ്ങളെ ആരാധിക്കാൻ എന്നെ അനുവദിക്കരുത്. എന്റെ ഫാമിലിക്കകത്ത് ആരെയും അനുവദിക്കരുത്. എന്റെ ലൈഫിനെ കാത്തോണേ, എന്റെ ഫാമിലിയെ പൊതിച്ചോണേ, എന്റെ പിള്ളകളെ പൊതിച്ചോണേ, എന്റെ കുടുംബത്തെ പൊതിച്ചോണേ. എനിക്ക് അന്യ ദൈവങ്ങളോട് ആരാധിക്കാൻ ഇഷ്ടമില്ല, അത് ശാപമാണെന്ന് ഈ കാലം ഞാൻ വചനത്തിൽ കൂടി കേട്ടു. ഞാൻ ആരാധിച്ചിട്ട് ഇതുവരെ ഞാൻ അറിയാതെ ഇരുന്ന ചിലത് ഇന്ന് കാലം വചനത്തിൽ കൂടി ഞാൻ കേട്ടു. അന്യ ദൈവങ്ങളെ ആരാധിച്ചാൽ ശാപമുണ്ടാകുമെന്ന്. ഹല്ലേലൂയ. അത് പറയുവാൻ കാരണം നമ്മുടെ ദൈവം നീതിമാനായ ദൈവമാണ്. നീതിമാനായ ദൈവം. ഈ നീതിമാനായ ദൈവത്തെ ആരാധിക്കുമ്പോ വിടുതൽ നടക്കും. വായിക്കാം. നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിന്റെ ദൈവമായ യഹോവ നിന്നെ കടത്തിയ ശേഷം യെർസിയം മലയിൽ വെച്ച് അനുഗ്രഹവും ഏർബാം മലയിൽ വെച്ച് ശാപവും പ്രസ്താവിക്കണം. ആദ്യം അനുഗ്രഹം, പിന്നെ ശാപം. ഈ ശാപങ്ങൾ നമ്മൾ വിചാരിക്കുന്ന ഒരു 3 ആഴ്ച സഭയിൽ തുടർമാനം പെയ്യാൽ 4ാമത്തെ ഞായറാഴ്ച പെയ്യില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കുഴപ്പം തന്നെയാണ്. കുഴപ്പമേ ഉള്ളൂ ബൈബിളിനകത്ത്. ഹല്ലേലൂയ. ഒരൊറ്റ ആരാധന മുടക്കാൻ നമുക്ക് വ്യവസ്ഥയില്ല. ഹല്ലേലൂയ. കുഴപ്പം തന്നെ ഉള്ളൂ. കുഴപ്പം വരാതിരിക്കണമെങ്കിൽ ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം ആരാധിക്കണം. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ, ആ രാജ്യത്ത് വെച്ച് ഞാൻ എസ്ഡിക്കാരനായ സഹോദരനോട് ഒരു ദൂത് പറഞ്ഞു. ദൂത് തന്നെ അങ്ങ് കയറി പിടിച്ചു. ആ ദൂത് തന്നെ ദിവസങ്ങൾക്കകത്ത് അതിന്റെ വഴിയിലേക്ക് കൊണ്ടെത്തിച്ചു. ഞാൻ ഇവിടേക്ക് കടന്നു വന്ന് ഹല്ലേലൂയ 1-2 ദിവസമാകുന്നതിന് മുമ്പ് താങ്കൾ വാലനാപുരത്ത് വന്നിട്ട് കാറ് പിടിച്ചു ടാക്സിയിൽ തന്റെ മാതാവിനെ, തന്റെ ഭാര്യയെ, കുഞ്ഞുങ്ങളെല്ലാവരുമായിട്ട് ഈ ആലയത്തിൽ പ്രാർത്ഥിക്കാൻ വന്നു. അപ്പോഴാണ് ആ സഹോദരൻ എന്നോട് പറഞ്ഞത്, ഞങ്ങൾ മസ്കറ്റിൽ ഇങ്ങനെ ഒരു ശുശ്രൂഷകനെ കണ്ടിട്ടില്ല കേട്ടോ. ഇനി നിങ്ങളെ കഴിഞ്ഞിട്ട് അവിടെ ശുശ്രൂഷകൾ എപ്പോഴും വന്നാലും ഞങ്ങൾ ഓക്കെയാണ്. ഹല്ലേലൂയ. കാരണം എന്നറിയാമോ? നീ പോകുന്ന രാജ്യത്ത് ശാപം മാറും, അനുഗ്രഹം വരും. ഹല്ലേലൂയ. ദൈവത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്ന അബ്രഹാമേ, ശാപം മാറ്റി അനുഗ്രഹം കൊടുക്കാൻ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നീ ജാതികളെ അനുഗ്രഹിക്കുന്നവനാകും, ബഹുജാതികൾക്ക് പിതാവാക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നവനെ ലോകത്തിന് കണ്ടുകൂടെങ്കിലും ദൈവത്തിന് നിന്നെയാണ് ആവശ്യം. കരങ്ങളടിച്ചു ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചാട്ടെ. ആത്മാവിന്റെ നിറവിൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കോ. ആമേൻ. 12-ാം അധ്യായം അതിന്റെ 9-10 കൂടി ഒന്ന് വായിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. അതേ പുസ്തകം, ആവർത്തന പുസ്തകം 12-ാം അധ്യായം 9-10. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന സ്വസ്ഥതയ്ക്കും
അവകാശത്തിനും നിങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ലല്ലോ. കണ്ടോ, ദൈവം തരാൻ പോകുന്ന സ്വസ്ഥതയുണ്ട്. അവകാശം എന്ന് പറഞ്ഞാൽ നിന്റെ നന്മയാണ്. ഇതിന് ഇതുവരെ എത്തിയിട്ടില്ല. എന്താ എത്താത്തത്? അയ്യോ, അങ്ങ് പോകാൻ ഭയങ്കര ദൂരം വന്നേ, അങ്ങ് പോകാൻ ഭയങ്കര ദൂരം. അതേസമയം 1000 രൂപ കൊടുക്കാമെന്ന് വിളിച്ചു നോക്ക്. എവിടെ ചെന്ന് വാങ്ങിക്കും? മലപ്പുറത്ത് ചെന്ന് വാങ്ങിക്കും. 2000 രൂപ വണ്ടിക്കൂലിക്കും 1000 രൂപയ്ക്ക് മലപ്പുറത്ത് പോകും. സ്വതന്ത്രം. നമ്മുടെ ആളുകളൊക്കെ എങ്ങനെയാ? സ്വതന്ത്രം. ഞാനല്ല, ഞാൻ അങ്ങനെയൊന്നും പോകത്തൊന്നുമില്ല. ഞാൻ 1 രൂപ ആനുകൂല്യത്തിന്, ലോകത്തിന്റെ ആനുകൂല്യത്തിന് എന്ന് പറഞ്ഞ് തയ്യാറാകാത്ത ഒരു മനുഷ്യനാണ് ഞാൻ. എന്റെ പിതാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഹല്ലേലൂയ, ആമേൻ ആമേൻ, പഞ്ചായത്തിൽ നിന്ന് വീട് വാങ്ങിച്ചു വെക്കല്ലേ കേട്ടോ. സ്വതന്ത്രം. ഹല്ലേലൂയ. ആ വീട് ആമേൻ അത്ര ഗുണമില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ആശയം ഹല്ലേലൂയ വായിച്ചു വയ്ക്കുക. ഞാൻ പ്രാർത്ഥിച്ച് തന്നെ പലർക്കും കിട്ടിയിട്ടുണ്ട്. പലരുടെ വീടുകൾ കർത്താവിന്റെ കൃപയാൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇനിയും പ്രതിഷ്ഠിക്കുവാൻ പോകുന്നു. വളരെ പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. വായിക്കേ. എന്നാൽ നിങ്ങൾ യോർദാൻ കടന്ന് നിങ്ങളുടെ ദൈവമായ യഹോവ താമോസ്യം തരുന്ന ദേശത്ത് വസിക്കുകയും ചുറ്റുമുള്ള നിങ്ങളുടെ സകല ശത്രുക്കളെയും അവ നീക്കി. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ ഒരു ദൈവ പൈതൽ പോകുന്നിടത്ത് ശത്രുക്കളെ നീക്കും, ശാപങ്ങളെ മാറ്റും. ഇത് ഹല്ലേലൂയ വോട്ടിട്ടെടുത്ത പള്ളിയല്ല, വോട്ടിട്ടെടുക്കുന്ന ആരാധന അല്ല നമ്മൾ ആരാധിക്കുന്നേ. ഇതേ വോട്ടിട്ട് ഹല്ലേലൂയ എഴുതുന്ന ആരാധനയല്ല. ദൈവത്തിനെ ആരാധിക്കുന്നത് ബൈബിൾ പ്രകാരം ആരാധിക്കണം. അതിന് ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിക്കണം. ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിക്കണം. ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിച്ചാൽ നമ്മൾ ദൂരം അല്ല. ഹല്ലേലൂയ. ദൈവം എന്നെ നടത്തിയത്, നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരും നേടുമോ. നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ കീടാതിരും നേടുമോ. നാഥൻ നടത്തിയ വിധങ്ങൾ എല്ലാവർക്കും എഴുന്നേൽക്കാൻ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്.